സഭാ നടപടിയിലേക്ക് തന്നെ പോകുന്നു. സംസ്ഥാനത്തെ വിലക്കയറ്റമായിരുന്നു നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഉന്നയിച്ചത്. എന്നാൽ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല, പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരത്തിലേക്കാണ് പോകുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, വിലക്കയറ്റത്തിൽ സഭ വലിയ രീതിയിലുള്ള ബഹളങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിരിക്കുന്നു, പ്രതിപക്ഷം ഇറങ്ങിപ്പോയി എന്നുള്ള വിവരം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇറങ്ങിപ്പോകുന്ന ഒരു സംഘമാണ് ഉണ്ടായിരുന്നത്. അവശ്യ സാധനങ്ങളുടെ വില പ്രതിപക്ഷം ഉന്നയിച്ചത് അത് വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാക്കുന്നു. എന്തായാലും ഇന്ന് റൂബിയൻ ജോൺ MLA ആണ് സാധാരണക്കാർക്കെല്ലാം അടിസ്ഥിത വില CPI നിൽക്കുന്ന വകുപ്പുകളിലെ എല്ലാ വർദ്ധിച്ചിരിക്കുന്നു ദേശീയ ശരാശരിയിൽ നിൽക്കുമ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദേശീയ ശരാശരി 6 നിൽക്കുന്നത്. 205 കോടി രൂപ ഇത്തരത്തിൽ 600 കോടി രൂപ നൽകാനുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധി വിലക്കയറ്റം സാധാരണക്കാർക്ക് അതിന്റെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിന് വ്യക്തമാക്കുന്നത് പച്ചക്കറി നടത്തിയെന്നാണ്. വിലക്കയറ്റം കേരളത്തിൽ മാത്രമല്ല രാജ്യത്തുള്ള പ്രശ്നമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കേന്ദ്രത്തിന്റെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നയങ്ങളാണ് സംസ്ഥാനത്തെയും ഈ ചൂണ്ടിക്കാട്ടുന്നത്. ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ കേന്ദ്ര ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും വ്യക്തമാണ്, പച്ചക്കറി വില വർധനവിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തിയെന്നാണ് മന്ത്രി GR അനിൽ മറുപടി നൽകിയത്. വിലക്കയറ്റം കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല, രാജ്യത്താകെയുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കേന്ദ്രത്തിന്റെ വികല സാമ്പത്തിക നയമാണ് ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചതെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇതിനെതിരെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ യോജിച്ച് പോരാടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ കേന്ദ്ര നിലപാടിനെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷ MPമാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി മന്ത്രി GR അനിൽ വെക്കുന്നുണ്ട്. പച്ചക്കറിക്കുണ്ടായ വിലക്കയറ്റം അത് താൽക്കാലികമാണ്, മത്സ്യലഭ്യത കുറഞ്ഞതാണ് മത്സ്യത്തിന് വില കൂടിയതെന്നും പറയുകയുണ്ടായി. എന്നാൽ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സഭയിൽ ഉന്നയിച്ചത്. റേഷൻ കടയിലൂടെ അരി വിതരണം നടത്തിയ കാര്യമാണ് മന്ത്രി പ്രധാനമായും മറുപടിയായി നൽകിയതെന്നും അദ്ദേഹം ചോദ്യം അതല്ലായിരുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനമൊക്കെ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയുണ്ടായി. വിലക്കയറ്റം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് മന്ത്രി ആദ്യം സഭയിൽ പറഞ്ഞതെന്നും അദ്ദേഹം ഉയർത്തിക്കാട്ടുകയുണ്ടായി. ഹോർട്ടികോർപ്പിലെ പല സാധനങ്ങൾക്കും വില പൊതുവിപണിയേക്കാൾ കൂടുതലാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു. മന്ത്രി സപ്ലൈകോയുടെ ചരിത്രം പറയുന്നു, സപ്ലൈകോ വെറും സപ്ലൈകോ മാത്രമായി നിൽക്കുന്നു എന്നുള്ള വിമർശനങ്ങളൊക്കെ സഭയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും വിലക്കയറ്റത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. എന്നാൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിൽ അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം ഇപ്പോൾ സഭ വിട്ടിറങ്ങിയിരിക്കുന്നു.